പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ സാമി സെയിൻ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ഈ വലിയൊരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച അഭിനന്ദനങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ പ്രമുഖരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർമർ വുമൺസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് സാമി സെയിനും ഒത്തിട്ടുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു നിമിഷം വളരെ സന്തോഷം നൽകുന്നു എന്നുള്ളത് പങ്കുവെക്കുകയുണ്ടായി. കൂടാതെ കെവിൻ ഓവൻസ് എന്ന് പറയുന്ന സാമി സെയിൻ്റെ ഉറ്റ സുഹൃത്ത്, അദ്ദേഹം 15 മാസങ്ങളായിട്ട് ഇപ്പോൾ റിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ തനിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷമായേനെ എന്നൊക്കെ പറഞ്ഞിട്ട് സാമി സെയിനും ഒത്തിട്ടുള്ള പഴയ ഫോട്ടോസൊക്കെ പങ്കുവെച്ചിട്ട് സാമിയുമായിട്ടുള്ള ഓർമ്മകൾ പുതുക്കുന്നു. സാമിയെ പോലെ ഇത്രയും കഴിവുള്ള, ഇത്രയും കാത്തിരിക്കുന്ന റെസ്ലേഴ്സ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതും അദ്ദേഹം ഇത് ഡിസർവ് ചെയ്യുന്നുണ്ടെന്നും കെവിൻ ഓവൻസ് പറയുകയുണ്ടായി. അങ്ങനെ അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമാണ് സാമി സെയിൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം കിട്ടിയത്. എടുത്തു പറയേണ്ടത് ബ്ലഡ് ലൈനിലെ അദ്ദേഹത്തിൻ്റെ മുൻ പാർട്ട്ണറായിരുന്ന ജെ ഊസോയുടേതാണ്. ഈ സാമി സെയിൻ വിജയിച്ചതിനോടുള്ള ജെ ഊസോയുടെ ഒരു അഭിനന്ദനം കൂടി അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പങ്കുവെക്കുകയുണ്ടായി. കൂടാതെ സാമി സെയിൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ച തിരികെ സാമി ബ്ലഡ് ലൈനിലേക്ക് വരുമോ എന്നുള്ളതാണ്. എന്തായാലും റോമൻ റെയിൻസ് സാമി സെയിന് മുൻപിലേക്ക് ഒരു ഓഫർ വയ്ക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് ലൈനിലേക്ക് ജോയിൻ ചെയ്തില്ലെങ്കിലും റോമൻ റെയിൻസിനെ എക്നോളജ് ചെയ്യുന്ന രീതിയിലേക്ക് വരണം, ഹോണററി യൂസ് ആയതുകൊണ്ട് തന്നെ സാമി സെയിനെ ഞങ്ങളും അംഗീകരിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സെഗ്മെൻറ്റ് വെക്കാൻ റോമൻ റെയിൻസ് തുനിഞ്ഞേക്കാം. ആ രീതിയിലുള്ള 1-2 സെഗ്മെൻറ്റ്സ് നമുക്ക് റോയൽ ഓഫ് സ്മാക്ഡൗണിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ പഴയ പോലെ ബ്ലഡ് ലൈനിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുന്ന സാമി സെയിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. സാമി സെയിൻ വേണമെങ്കിൽ റോമൻ റെയിൻസിൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് വന്നേക്കാം. എന്നിട്ട് റോമനെ ഇൻവൈറ്റ് ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുന്നതായിരിക്കും കാണാൻ സാധിക്കുക. സാമിയുടേതായിട്ടുള്ള സ്റ്റോറി സ്മാക്ഡൗണിലും റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആ രീതിയിലേക്കും സ്റ്റോറി പോകാനാണ് സാധ്യത. അല്ലാതെ രണ്ടുപേരും ഒരുമിച്ച് ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ ഒരുമിച്ച് ആ സ്റ്റോറി ചെയ്യുന്ന രീതിയിലേക്കൊന്നും ഇനിയൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ചില കൂട്ടുകാർക്കെങ്കിലും സംശയം ഉണ്ടാകും. കാരണം റോമൻ റെയിൻസ് പഴയതുപോലെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട്, സോളോയൊക്കെ ബ്ലഡ് ലൈനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ജെ ഊസോയോടായിരുന്നു ഈ ഒരു കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചുകൊണ്ട് ആ ചാമ്പ്യൻഷിപ്പ് ബ്ലഡ് ലൈനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സാമി സെയിൻ ആണ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ വിജയിച്ചത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ സാമി സെയിൻ മുൻ മെമ്പർ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ബ്ലഡ് ലൈനിലേക്ക് കൊണ്ടുവന്നാൽ ബ്ലഡ് ലൈനെ ഒന്ന് പവറാക്കാമെന്ന് റോമൻ റെയിൻസിന് തോന്നിയേക്കാം. അതിലൂടെ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റ്സിന് വഴിയൊരുങ്ങാനാണ് സാധ്യത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, AJ സ്റ്റൈൽസിൻ്റെ മകൻ പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. AJ സ്റ്റൈൽസിൻ്റെ മകൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു മത്സരത്തിന് വേണ്ടി ഇറങ്ങിയത്. അദ്ദേഹത്തിന് അതിൽ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, മകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, മകൻ്റെ പേര് എവരി സ്റ്റൈൽസ് എന്നാണ്, എവരി സ്റ്റൈൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി AJ സ്റ്റൈൽസും ഈ ഒരു മാച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. AJ സ്റ്റൈൽസിൻ്റെ മുന്നിൽ വെച്ച് AJ സ്റ്റൈൽസിൻ്റെ ഫിനിഷറായ ലോകപ്രശസ്തമായ സ്റ്റൈൽസ് ക്ലാഷ് എന്ന് പറയുന്ന ഫിനിഷർ അച്ഛൻ്റെ മുന്നിൽ വെച്ച് മകന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു മൊമെൻറ്റിലേക്കാണ് ആ ഒരു മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോയത് എന്നാണ് നമുക്ക് വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AJ സ്റ്റൈൽസിൻ്റെ പോലെ തന്നെ മൂവ്സൊക്കെയാണ് താരം ചെയ്യുന്നത്. ഒരു ഹൈ ഫ്ലയർ റെസ്ലർ എന്നുള്ള ഒരു നിലയിലേക്ക് തന്നെയാണ് AJ സ്റ്റൈൽസിൻ്റെ മകനും ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. AJ സ്റ്റൈൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ ഉടനെ തന്നെ WWE മകൻ്റെ ഒരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കും AJ സ്റ്റൈൽസിൻ്റെ മകൻ WWE വഴി തുറക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സില ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. അൻവായ് ഫാമിലിയിൽ നിന്ന് വരുന്ന സില ഫാറ്റുവിൻ്റെ ഒരു ഡെബ്യൂവിന് വേണ്ടിയിട്ടാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. റോമൻ റെയിൻസിൻ്റെ കൂടെയുള്ള ആ ഒരു പ്രോഗ്രാമുകൾക്ക് വേണ്ടി മകയുടെ മകൻ കൂടിയായ സില ഫാറ്റുവിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അവർക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് സില ഫാറ്റു പെർഫോമൻസ് സെൻറ്ററിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാര്യം, അതൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെ അദ്ദേഹം WWE ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമെന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് സില ഫാറ്റു WWE കോൺട്രാക്റ്റിലേക്ക് എത്തിയെന്നുള്ളത്. ഇനി അത് NXTയിലേക്കാണോ അതോ ഡയറക്റ്റ് മെയിൻ റോസ്റ്ററിലേക്കാണോ എന്നുള്ളത് മാത്രമേ നോക്കിക്കാണേണ്ടതുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് റോമൻ റെയിൻസിൻ്റെ കൂടെ ബ്ലഡ് ലൈനിലേക്കുള്ള ഒരു എൻട്രി സില ഫാറ്റുവിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം
ബ്ലഡ് ലൈനാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളിലെ റോയലും സ്മാക്ഡൗണിലും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമാഗയുടെ മകനായ സില ഫാറ്റുവിനെ അതിലേക്ക് ഒരു അഡീഷണൽ ലെയർ പോലെ ഇടാനും എളുപ്പമാണ്. അപ്പോൾ സില ഫാറ്റുവിൻ്റെ ഡെബ്യൂ, ഇപ്പോൾ ബ്ലഡ് ലൈന് കൊടുക്കുന്ന ഒരു ഫോക്കസ്, ഇതൊക്കെ കാണുമ്പോൾ വമ്പൻ സ്റ്റോറികൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.